സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഗ്രൂപ്പ് ഹാലോയുടെ ഭാഗത്തു നിന്നും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ നേരുന്നു. നമുക്കറിയാം, നാം എല്ലാ വർഷവും ഡിസംബർ 25 ക്രിസ്തുവിന്റെ ജനനമായ ക്രിസ്തുമസ് നാം ആഘോഷിക്കുന്നു. അതിന്റെ തലേ ദിവസം കരോളും ബാൻഡ് മേളവും സാന്താക്ലോസും നമ്മുടെ വീടുകളിൽ വരികയും നമുക്ക് സമ്മാനങ്ങൾ നൽകുകയും നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനു പുറകിലുള്ള ഐതിഹ്യം നാം അറിയുന്നില്ല. സാന്താക്ലോസ് നമ്മുടെ ഭവനങ്ങളിലേക്ക് വരികയും നമ്മെ സന്തോഷിപ്പിക്കുകയും നമുക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് കടന്നു പോകുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഞങ്ങൾ ഗ്രൂപ്പ് 3. ക്രിസ്തുമസിന്റെ തലേ രാത്രി വീട്ടിലേക്ക് കടന്നുപോയ കരോൾ സമയം എന്തിനാ ക്രിസ്മസ് രാത്രി വന്നിട്ട് എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നത്? ഓ അതോ, അതിന് പുറകിൽ വലിയൊരു കഥയുണ്ട്. നിങ്ങൾക്കത് കേൾക്കണോ? കേൾക്കണം അപ്പാപ്പ. പണ്ട് 4-ാം നൂറ്റാണ്ടിൽ നിക്കോളാസ് ഓഫ് ബാലി എന്നറിയപ്പെടുന്ന മൈറായിസ് നിക്കോളാസ് റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് അനറ്റോലിയയിലെ സമുദ്ര നഗരമായ പട്ടാലയിൽ നിന്നുള്ള ഗ്രീക്ക് വംശജനായ ഒരു ആദ്യകാല ക്രിസ്ത്യൻ ബിഷപ്പായിരുന്നു അദ്ദേഹം. തന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും തന്റെ മക്കളെ ദൈവവിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും ദൈവഭക്തിയിലും വളർത്തുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു ജോൺ. ഒഴിവു സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാനും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ജോൺ തന്റെ മക്കളെ പഠിപ്പിച്ചു. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് ശുചിതമായ തുണയാണ്. ഒരു അംഗത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈദികനെ കാണാനായി ഒരു കുടുംബം കടന്നു വരുന്നു. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ജോണെ കുടുംബത്തോടെ വന്നിരിക്കുന്നത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? അച്ഛൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമോ? ഒരു വഴിയുണ്ട്. സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സമാധാനത്തോടെ പോകും. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന ഉറപ്പായി കേൾക്കും. മെത്രാന്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ കോളറ ബാധിച്ച് മരിക്കുകയുണ്ടായി. ഇതിനുശേഷം ആ കുടുംബത്തിന്റെ സ്വത്ത് അദ്ദേഹത്തിന്റെ പേരിലായി. ഈ സമ്പത്ത് തനിക്ക് വേണ്ടെന്നും ഇത് ജനങ്ങളെ സഹായിക്കുവാൻ ഉപയോഗിക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. അച്ഛോ, എങ്ങോട്ടായി രാത്രിയിൽ സജീവമായിട്ട് പോകുന്നേ? എന്റെ കൂടെ വായു, ഞാൻ കാണിച്ചു തരാം. മെത്രാൻ 2 കൈക്കാരന്മാരെയും കൂട്ടി ആ ഗ്രാമത്തിൽ അന്നു രാത്രിയിൽ ഇറങ്ങുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു സഞ്ചി ഉണ്ടായിരുന്നു. ആ സഞ്ചിയിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. ആ സ്വർണ്ണ നാണയങ്ങൾ ചെറിയ സഞ്ചികളിലാക്കി ഓരോ വീടിന്റെയും മുറ്റത്ത് അദ്ദേഹം കൊണ്ടുവച്ചു. അതിൽ ഒരു വീടായിരുന്നു ജോണിന്റേത്.
അതിരാവിലെ ഉണർന്ന കുട്ടികൾ അത്യധികം സന്തോഷിക്കുന്നു. അത് കണ്ട ജോൺ അത് വെച്ച വ്യക്തി ആരാണെന്ന് അന്വേഷിക്കുന്നു. എന്നാൽ ആർക്കാണത് ചെയ്യാൻ കഴിയുന്നത്? ഞാനല്ല, പക്ഷേ ദൈവമാണ് എന്നെ സഹായിച്ചത്. മെത്രാൻ പിന്നീടും പാവങ്ങളെ സഹായിച്ച് അങ്ങനെ ഒരു ദിവസം മെത്രാൻ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുകയും ഇതറിഞ്ഞ ജോണും തന്റെ കുടുംബവും മെത്രാനോട് നന്ദി പറയുകയും എത്തുകയും അതിലൂടെ ഗ്രാമത്തിലെ മറ്റു സമ്പന്നർ തങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവരെ സഹായിക്കാനായി ഉപയോഗിക്കുകയും ചെയ്തു. ഈ കഥ നാട്ടിലാകെ പരത്തുന്നു. ഇത് കേട്ട ആളുകൾ നിക്കോളസിനെ അത്ഭുത പ്രവർത്തകൻ എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ വിശുദ്ധ നിക്കോളാസ് ഔദാര്യത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമായി. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പിന്തുടരാൻ നമ്മയെല്ലാം പ്രചോദിപ്പിച്ചു. ഇതാണ് നമ്മുടെ സാന്റാക്ലോസിന്റെ കഥ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിരവധി വർഷങ്ങളായി നിക്കോളാസിന്റെ ജനപ്രീതി വ്യാപിക്കുകയും അദ്ദേഹം കുട്ടികളുടെയും നവീകരുടെയും സംരക്ഷകനായി അറിയപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനമായ ഡിസംബർ 6 നാം അദ്ദേഹത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നു. പരമ്പരാഗതമായി ഇത് വലിയ പർച്ചേസുകൾ നടത്തുന്നതിനോ വിവാഹം കഴിക്കുന്നതിനോ ഭാഗ്യമുള്ള ദിവസമായി കണക്കാക്കപ്പെട്ടിരുന്നു. നവോത്ഥാന കാലഘട്ടത്തിൽ സെന്റ് നിക്കോളാസ് യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തനായ വിശുദ്ധനായി മാറിയിരുന്നു. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് ശേഷവും വിശുദ്ധരുടെ ആരാധന നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങിയപ്പോഴും സെന്റ് നിക്കോളാസ് പോളണ്ടിൽ ഒരു നല്ല പ്രശസ്തി നിലനിർത്തിയിരുന്നു.